വിട്ടുകൊടുക്കാൻ നമ്മൾ പാടുണ്ടോ? ഓരോട് പറയും നിങ്ങൾ പാടം കൊടുത്ത് നിങ്ങളെ കല്യാണം നടത്തിക്കൊള്ളി, ഞങ്ങളത് ഇസ്ലാമികമായി. അപ്പോ ഈ ആദർശപരമായി മുജാഹിദായവന്റെ മുഅ്മിനായവന്റെ സുന്നിയായവന്റെ നിക്കാഹ് കൊളമാക്കാൻ ഇവന്റ് മാനേജ്മെന്റ് പറഞ്ഞൊരു ടീമുണ്ട് ഇവിടെ. ആ ടീമിനൊന്നും നേരിട്ട് നിങ്ങൾ ഒന്നിച്ചേൽപ്പിച്ചു കൊടുക്കരുത്. ഒന്നിച്ചേൽപ്പിച്ചു കൊടുത്താൽ ഈ അലമ്പുകളൊക്കെ കടന്നു വരും. നേരെ മറിച്ച് ചോറ് വളമ്പണത് ഒരുത്തനെ ഏൽപ്പിച്ച, വെക്കണത് ഒരുത്തനെ ഏൽപ്പിച്ച, കൊടുക്കണ ഒരുത്തനെ ഏൽപ്പിച്ച, അല്ലാതെ ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ റീല് ഗംഭീരീകരണം. ഒരു സ്റ്റുഡിയോക്കാരുണ്ട്, ഓൻ്റെ പെരിയിൽ ഓൻ്റെ സ്റ്റുഡിയോയിൽ എത്രങ്ങാനും റീല് കിടക്കുന്നുണ്ട്. നിങ്ങൾ USB ഓനോട് പറയണം, മാഷേ വാങ്ങിക്കൊണ്ടുപോകാത്ത എത്രയോ ആൽബങ്ങൾ ഉണ്ട് എൻ്റെ അടുത്ത്, പൈസയൊക്കെ എനിക്ക് കിട്ടിയിരിക്കണേ. എന്താ കാരണം അറിയോ? കല്യാണം കഴിഞ്ഞ് 4 ദിവസം കഴിഞ്ഞ് ടപ്പ് പൊട്ടി, കല്യാണങ്ങളൊക്കെ പൊട്ടിയിട്ട് പിന്നെ ഈ റീലും ആൽബം കൊണ്ട് വല്ല കാര്യമുണ്ടോ? അപ്പൊ നമ്മൾ ഒരു കല്യാണം നടക്കുമ്പോൾ ആൽബം ഉണ്ടാക്കുന്നതിനെ കുറിച്ചല്ല ആലോചിക്കേണ്ടത്, റീൽ ഉണ്ടാക്കുന്നതിനെ കുറിച്ചല്ല ആലോചിക്കേണ്ടത്. നമ്മളെ പങ്ങൾക്ക്, നമ്മളെ ആങ്ങൾക്ക് നല്ല ഒരു കുടുംബജീവിതം അള്ള കൊടുക്കണം. അതുകൊണ്ട് അള്ളാഹ്ക്ക് പൊരുത്തല്ലാത്ത ഒന്നും അവിടെ നടത്താൻ നമ്മളെ ആങ്ങളുടെ കല്യാണപ്പെരിയിലോ ആങ്ങളുടെ കല്യാണ പന്തലിലോ പെങ്ങളയക്കരുത്. നിങ്ങൾക്കാണ് ഇതിന് കഴിയാ. പെങ്ങളയക്കരുത്. 10ാം ക്ലാസ് പഠിക്കുന്ന പെങ്ങളുണ്ടാവും ഇവിടെ, 11ാം ക്ലാസ് പഠിക്കുന്ന പെങ്ങളുണ്ടാവും. ആ പുതിയണ്ണിനെ മാറ്റാൻ വേണ്ടി നിൽക്കുമ്പോൾ, പുതിയണ്ണിനെ മാറ്റിച്ചണ്ടേ എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ ഏട്ടത്തി അവിടെ നിൽക്കുമ്പോൾ കാണാൻ ഒരു വലിയ ബംഗാളി കൊണ്ടുനടക്കണ പെയിന്റ് ബക്കറ്റ് ആയിട്ട് വരും. അപ്പൊ ചോദിച്ചാൽ എന്താ അത് പെയിന്റാ? എവിടെ തേക്കാനാ? മോന്തമ്മ തേക്കാൻ പടച്ചോ കൊടുത്തൊരു പെയിന്റ്. അത്യാവശ്യം പൗഡറൊക്കെ നമുക്ക് ഇടാം, ഇതിന് അനുവദിച്ച അത്യാവശ്യമുള്ള. അതിനപ്പുറം അലങ്കരിച്ചതൊക്കെ പാടെ തേച്ച് ഒതുണ്ടാക്കുമ്പോൾ ളുഹറെന്തായി, അസറെന്തായി, മഗ്‌രിബെന്തായി, ഇശെന്തായി, തലേന്നത്തെ പുട്ടിട്ടിട്ടെന്തായി? അവസാനം എങ്ങനെയാണ് ഈ കുടുംബജീവിതത്തിൽ കിടക്കുക? അതുകൊണ്ട് KNM മുജാഹിദും നമ്മളൊക്കെ ഇപ്പോൾ മുസ്ലിം ലീഗ് നടത്തിയ ക്യാമ്പയിൻ ഞാനും പ്രസംഗിച്ചില്ല. അതിലൊക്കെ പറഞ്ഞറിയോ? വിവാഹം ആർഭാടരഹിതമാക്കുക, അലങ്കോലമാക്കാതിരിക്കുക. അതാണ് റബ്ബ് നമുക്ക് ബർക്കത്ത് തരിക. അപ്പോൾ വിവാഹമൊക്കെ കഴിയുമ്പോൾ നമുക്ക് അത് മുന്നോട്ട് പോകുക എന്നൊരു ബാധ്യത നമുക്കൊക്കെ ഉണ്ട്. ഇത് വലിയൊരു മഹത്തായ കാര്യമല്ലേ? നമ്മൾ മുന്നോട്ട് പോകാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഉടക്കിപ്പിരിയാൻ പെട്ടെന്നുണ്ട്. കല്യാണം കഴിച്ചാൽ പിറ്റേന്ന് തന്നെ ഉടക്കിപ്പിരിയാം, 10 ദിവസം കഴിഞ്ഞ് ഉടക്കിപ്പിരിയാം. നമുക്ക് ഈ ദുനിയാവും വേണം, ആഖിറവും കിട്ടണം. നമ്മളെ ബന്ധം എന്നേക്കുള്ളതാണ്. അതിലിപ്പോ ഞാനിപ്പോ ഇന്ന് രാവിലെ എന്നെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എടുക്കാൻ വേണ്ടി കണ്ണൂർ ജില്ലയിലെ ഒരു സഹോദരൻ വന്നു. അപ്പോൾ അവൻ പറഞ്ഞു, മൗലവി നിങ്ങൾ വേർക്കണം, ഞാൻ ആദർശമുള്ള ആളാണ്, എൻ്റെ വധു ദീനിയായ ആദർശങ്ങളെക്കുറിച്ചും അറിവിനെക്കുറിച്ചും കൂടുതൽ അറിയില്ല. അപ്പം ഞങ്ങൾ ഇങ്ങനെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ നല്ല കാര്യങ്ങളും ഞങ്ങൾ പങ്കുവെക്കേണ്ടത് ഓക്ക് മനസ്സിലാണ്ട്, നിങ്ങൾ വേർക്കണം.